ഡെയിലി വേർഡ് ഓഫ് ഗോഡ്. പ്രിയ സഹോദരങ്ങളെ, ഇന്നത്തെ ദൈവവചനം ഗലാത്യർ 5-ാം അധ്യായം 22-23 തിരുവചനങ്ങളാണ്. എന്നാൽ ആത്മാവിന്റെ ഫലങ്ങൾ സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം ഇവയാണ്. ഇവയ്ക്കെതിരായി ഒരു നിയമവുമില്ല. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നടക്കുന്നവരുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ സ്വഭാവം പ്രകടമാകും. ആത്മാവിന്റെ ബലം മനുഷ്യശക്തിയാൽ ഉണ്ടാകുന്നതല്ല, അത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണ്. സ്നേഹം, ക്രിസ്തുവിന്റെ സ്നേഹം നമ്മെ മറ്റുള്ളവരെ സ്നേഹിക്കാൻ പ്രാപ്തരാക്കുന്നു. സന്തോഷം, ആത്മാവിന്റെ സാന്നിധ്യം സാഹചര്യങ്ങളെ മറികടന്ന് ഹൃദയത്തിൽ സന്തോഷം നൽകുന്നു. സമാധാനം, ദൈവത്തിന്റെ സമാധാനം ലോകത്തിന്റെ കലഹങ്ങളിൽ പോലും നമ്മെ ഉറപ്പിക്കുന്നു. ക്ഷമ, ആത്മാവിന്റെ ശക്തി നമ്മെ സഹനത്തിൽ വളർത്തുന്നു. ദയ, മറ്റുള്ളവരോട് കരുണയും സഹാനുഭൂതിയും കാണിക്കാൻ പ്രാപ്തരാക്കുന്നു. വിശ്വാസം, ദൈവത്തിൽ ഉറച്ച വിശ്വാസം ആത്മാവിന്റെ പ്രവർത്തനമാണ്. സൗമ്യത, വിനയം, സൗമ്യത, മറ്റുള്ളവരെ മാനിക്കുന്ന മനോഭാവം. ആത്മനിയന്ത്രണം, പ്രലോഭനങ്ങളെ ജയിക്കാൻ ആത്മാവിന്റെ ശക്തി. ആത്മാവിന്റെ ബലം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പ്രകടമാകണം. കുടുംബത്തിൽ സ്നേഹവും ക്ഷമയും, സമൂഹത്തിൽ ദയയും സൗമ്യതയും, വിശ്വാസത്തിൽ ഉറച്ച നിലപാടും ആത്മനിയന്ത്രണവും, ഇവയാണ് ക്രിസ്തുവിന്റെ സാക്ഷ്യം ലോകത്തോട് പങ്കിടുന്ന മാർഗങ്ങൾ. പ്രിയ സഹോദരങ്ങളെ, ആത്മാവിന്റെ ഫലം നമ്മുടെ ജീവിതത്തിൽ പ്രകടമാകുമ്പോൾ ലോകം ക്രിസ്തുവിന്റെ സ്നേഹം കാണും. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നടക്കുന്നവർ ദൈവത്തിന്റെ മഹത്വം പ്രകടിപ്പിക്കുന്നവരാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, പരിശുദ്ധാത്മാവിന്റെ ഫലം ഞങ്ങളുടെ ജീവിതത്തിൽ പ്രകടമാക്കണമേ. സ്നേഹത്തിലും സന്തോഷത്തിലും സമാധാനത്തിലും വളരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതം അങ്ങേ സ്നേഹത്തിന്റെ സാക്ഷ്യമായി മാറട്ടെ. ആമേൻ.